മലമ്പുഴ ഗാർഡനിൽ നിന്ന് 800 മീറ്റർ അകലെയായിട്ടുള്ള റോക്ക് ഗാർഡൻ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപങ്ങളായ കഥകളി, തെയ്യവും ആയോധന കലയായ കളരിപ്പയറ്റ്, ബോട്ട് റേസ് തുടങ്ങിയവ പാഴ്വസ്തുക്കൾ കൊണ്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എൻട്രി ഫീ 25 രൂപയാണ്. റോപ്പ് വേ ടിക്കറ്റ് കൗണ്ടറിന് വളരെ അടുത്താണ് മലമ്പുഴയിലെ റോക്ക് ഗാർഡൻ. നമ്മൾ എൻട്രി കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പോണ്ട് കാണാം. ആ പോണ്ടിന് മറുകരയിൽ പാഴ്വസ്തുക്കൾ കൊണ്ട് അസംഖ്യം പക്ഷികളെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം. ഇന്ത്യയിലെ ഒന്നാമത്തെ റോക്ക് ഗാർഡൻ നിലവിൽ വന്നത് ചണ്ഡീഗഡിലാണ്. അത് ഡിസൈൻ ചെയ്തത് ചന്ദ് സൈനിയാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ റോക്ക് ഗാർഡനും 1996 ജനുവരിയിൽ നിലവിൽ വന്നത്. പാലക്കാട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ സ്കൾപ്ചേഴ്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ബ്രോക്കൺ ടൈലുകൾ, ബ്രോക്കൺ ഗ്രാനൈറ്റ് പീസ്, പൊട്ടിയ വളയുടെ പീസുകൾ, ഇലക്ട്രിക് ഫ്യൂസസ്, പൊട്ടിയ ഇൻസുലേറ്ററുകൾ, അതുപോലെ മെലാമിൻ ഡിഷ് പ്ലേറ്റുകൾ തുടങ്ങിയവ കൊണ്ടാണ്. പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഇവിടുത്തെ ശില്പങ്ങളുടെയും രൂപങ്ങളുടെയും ചാതുര്യം ആരെയും ഹഠാതാകർഷിക്കുന്നതാണ്. ഈ റോക്ക് ഗാർഡൻ ഏകദേശം 1 ഏക്കർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അധികം പേർക്കും അറിവില്ലാത്തതുകൊണ്ടാണ് സാധാരണഗതിയിൽ മലമ്പുഴ ഗാർഡനെ അപേക്ഷിച്ച് വളരെയധികം തിരക്ക് കുറവാണ് ഇവിടെ ഉള്ളത്. പക്ഷേ 25 രൂപ എൻട്രി ഫീ കൊടുത്ത് കയറുന്ന ഏതൊരു സഞ്ചാരിയെയും തൃപ്തിപ്പെടുത്തുന്നതാണ് ഈ റോക്ക് ഗാർഡൻ. ഇതിന് സമീപത്തായി ജ്യൂസസും സ്നാക്സും കിട്ടുന്ന കൗണ്ടേഴ്സ് ഉണ്ട്. റോപ്പ് വേ കയറുന്നതിന് മുമ്പായിട്ട് ഈ റോക്ക് ഗാർഡൻ കൂടി സന്ദർശിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എടുത്തു പറയാനായിട്ട് കേരളത്തിനകത്ത് ഇതേപോലൊരു റോക്ക് ഗാർഡൻ ഇല്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പാഴ്വസ്തുക്കൾ റീസൈക്കിൾ ചെയ്താണ് ഈ കാണുന്ന രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പൊട്ടിയ ടൈൽ പീസസ് എല്ലാം നിലത്തുറപ്പിച്ച് അതിന്മേലാണ് ഈ ശില്പങ്ങളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത്. മലമ്പുഴ സന്ദർശിക്കുന്നവർ തീർച്ചയായും അടുത്തുള്ള റോക്ക് ഗാർഡൻ കൂടി സന്ദർശിക്കുക.